കെ സുധാകരന്റെ കൂടോത്രമാണിപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. എന്നാൽ വേറെ ചില കൂടോത്ര കഥകളും കേരളത്തിലുണ്ട്. അതേതൊക്കെയാണ് എന്ന് നോക്കിയാലോ. കൊറിയൻ ലാലേട്ടൻ എന്ന് മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന ഡോൺ ലീക്ക് കേരളത്തിൽ ഏറെ ആരാധകരുണ്ട്. കൊറിയൻ ലാലേട്ടൻ എന്നും ഡോൺ ലീ അണ്ണൻ എന്നുമെല്ലാമാണ് താരത്തെ മലയാളികൾ വിളിക്കുന്നത്. ഇപ്പോൾ അവരെയൊക്കെ ആവേശത്തിലാക്കുന്ന ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഒരു ഡ്യൂപ്പിനെ പോലും വെക്കാതെയാണ് മലയാളികളുടെ പ്രിയ നായിക ആ ഫൈറ്റ് സീനുകളെല്ലാം ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചയായ ഒരു വാർത്തയാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ സംഭവം. തകിടും പല രൂപങ്ങളും കണ്ടെടുത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും ഉണ്ടായി. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ, അതും രാഷ്ട്രീയക്കാർക്കിടയിൽ എന്നായിരുന്നു പലരുടെയും ചോദ്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തരം കൂടോത്രവും ആഭിചാര കർമ്മങ്ങളുമൊക്കെ കാണിച്ചു തരുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രേക്ഷകരെ നിർത്താതെ ചിരിപ്പിച്ച ചില സിനിമകളും പേടിപ്പിച്ച ചില സിനിമകളുമുണ്ട്. അത്തരം സിനിമകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ആദ്യത്തെ ചിത്രം കൂമനാണ്. ആസിഫ് അലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് കൂമൻ. ഗിരി എന്ന പോലീസുകാരനായിട്ടാണ് ചിത്രത്തിൽ ആസിഫ് അലി എത്തുന്നത്. അറിഞ്ഞോ അറിയാതെയോ കൂമൻ സഞ്ചരിക്കുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നരബലിയിലൂടെയാണ്. മികച്ചൊരു ത്രില്ലർ ചിത്രം കൂടിയായിരുന്നു ഇത്. തേങ്ങ ഉളക്കി സാമി, ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് സിനിമയെന്ന്. മിഥുനം സിനിമയിലെ ഈ ഡയലോഗ് ഇന്നും മലയാളികൾ പല സാഹചര്യത്തിലും പറയാറുണ്ട്. കുഴിച്ചിട്ട കൂടോത്രം പുറത്തെടുക്കാനെത്തുന്ന മന്ത്രവാദി ചേർക്കോണം സ്വാമിയായി നെടുമുടി വേണുവും ജഗതിയും ഇന്നസെന്റും മോഹൻലാലും ഒക്കെ ചേർന്ന ഈ രംഗം ഇന്നും മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡി സീനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. 1993 പ്രിയദർശൻ സംവിധാനം ചെയ്ത മിഥുനം എന്ന ഈ ചിത്രം പുറത്തിറങ്ങിയത്. അടുത്ത ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴമാണ്. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം. ജഗതിയുടെയും ശ്രീനിവാസിന്റെയും കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാണ്. ബാധയെ തേങ്ങയ്ക്കുള്ളിൽ കയറ്റി ഓടിക്കുന്ന ഇരുന്തലക്കാടന്റെ രംഗങ്ങളൊക്കെ ഇപ്പോഴും മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, തിലകൻ, സൗന്ദര്യ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരന്നിരുന്നു. അടുത്ത ചിത്രം ശ്രീകൃഷ്ണ പരുന്താണ്. എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1984 പുറത്തെത്തിയ ഹൊറർ ചിത്രമാണ് ശ്രീകൃഷ്ണ പരുന്ത്. കുമാരൻ തമ്പി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത്. ബാലൻ കെ നായർ, ജഗതി ശ്രീകുമാർ, പവിത്ര, ബിന്ദു തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. മാന്ത്രികനായ കുമാരന്റെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത്. അടുത്ത ചിത്രം അഥർവമാണ്. മന്ത്രവാദം വിഷയമായ ചിത്രങ്ങളിലൊന്നാണ് അഥർവം. അഥർവവേദം പഠിച്ച് ദുർമന്ത്രവാദ ക്രിയകളിൽ ഏർപ്പെട്ട് ഒടുവിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരു മന്ത്രവാദിയുടെ കഥയാണ് അഥർവം പറഞ്ഞത്. മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രത്തിൽ ചാരുഹാസൻ, പാർവതി, ഗണേഷ് കുമാർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു. ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം 1989 പുറത്തിറങ്ങിയത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇനിയും നിരവധി സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഏറെ ആരാധകരുള്ള കൊറിയൻ താരമാണ് ഡോൺ ലീ എന്നറിയപ്പെടുന്ന മാ ഡോങ് സീക്ക്. മലയാളികൾക്ക് ഡോൺ ലീ കൊറിയൻ ലാലേട്ടനാണ്. ഇപ്പോൾ ഡോൺ ലീ ആരാധകരെ ആവേശത്തിലാക്കുന്നൊരു വാർത്തയാണ് എത്തിയിരിക്കുന്നത്. പ്രഭാസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ഡോൺ ലീ വില്ലനായി എത്തും എന്നതാണ് വാർത്ത. അനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിലാവും ഡോൺ ലീ വില്ലനാവുക. ചിത്രത്തെ പാനേഷ്യൻ ചിത്രമായി പുറത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിർമ്മാതാക്കൾ. ഇതിന്റെ ഭാഗമായാണ് ഡോൺ ലീ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. കൂടാതെ കൊറിയൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫറെയും കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള നടനാണ് ഡോൺ ലീ. സൂപ്പർ ആക്ഷനും മാർഷ്യൽ ആർട്സുമാണ് താരത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുത്തത്. കൂടാതെ മാർവലിന്റെ എറ്റേണൽസിലും താരം വേഷമിട്ടിരുന്നു. ട്രെയിൻ ടു ബുസാൻ, ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവിൾ, ചാമ്പ്യൻ, ദി ഔട്ട്ലോസ്, ദി ബാഡ് ഗൈസ്, റീജിയൻ ഓഫ് കയോസ് തുടങ്ങിയവയാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ. അതേസമയം ആനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്പിരിറ്റ്. പ്രഭാസിന്റെ പിറന്നാൾ ദിനമായ ഒക്ടോബർ 23 ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമെന്നാണ് നേരത്തെ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നത്. സന്ദീപിന്റെ മുൻ സിനിമകൾ പോലെ ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കും ചിത്രം. പ്രഭാസിനൊപ്പം ഡോൺ ലീ കൂടെ എത്തുന്നതോടെ സൂപ്പർ ആക്ഷനാവും ചിത്രത്തിൽ ഉണ്ടാവുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൽക്കി 2898 AD കൈറ എന്ന കഥാപാത്രമായി എത്തിയത് മലയാളികളുടെ പ്രിയ നടിയായ അന്ന ബെന്നായിരുന്നു. ശംഭാളയിൽ നിന്നുള്ള വിമത പോരാളിയാണ് കൈറ. ചിത്രത്തിൽ ഗംഭീര ആക്ഷൻ രംഗങ്ങളും അന്ന അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിനൊപ്പം ഷൂട്ടിനിടെ പരുക്കുപറ്റിയ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു.
സിനിമയിലെ സ്റ്റണ്ട് ചെയ്യാൻ മറ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് പോലും അന്ന ഒറ്റയ്ക്കായിരുന്നു സ്റ്റണ്ട് ചെയ്തത്. ഏറെ റിസ്കുകൾ നിറഞ്ഞ സീനുകളായിട്ടുകൂടി അന്ന അത് വളരെ ഭംഗിയായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പോഴിതാ കൽക്കിയുടെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് താരം. ഇത് തന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന് കരുതിയില്ല എന്നായിരുന്നു അന്ന കുറിച്ചിരുന്നത്. പുതിയതായി എന്തെങ്കിലും പരീക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് 2 വർഷം മുൻപ് കൈറ എന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ആവേശഭരിതയായിരുന്നു. പക്ഷേ ഇതെന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന് അന്ന് ഞാൻ കരുതിയില്ല. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമ നിർമ്മിച്ച നാഗ് അശ്വിൻ എന്ന ഈ അത്ഭുത മനുഷ്യനും എന്നെ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാക്കിയ വൈജയന്തി മൂവീസിനും ഒരുപാട് നന്ദി. നാഗി സാർ എങ്ങനെ ഇത്രയും റിലാക്സ്ഡ് ആയി ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. കാരണം ഈ 2 വർഷത്തിനിടെ അദ്ദേഹം വിശ്രമിക്കുന്നതോ ഇടവേള എടുക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടാൽ ആരായാലും പ്രചോദിതരായി പോകും. ആ കാഴ്ചപ്പാടും ജിജ്ഞാസയുമാണ് പുതിയ കാലത്തെ ഈ മഹത്തായ സിനിമയ്ക്ക് വഴിയൊരുക്കിയത്. സർ, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു ബഹുമതിയാണ്. ഇന്ത്യയിൽ കൈറയെ അവതരിപ്പിക്കാൻ പ്രഗത്ഭരായ നിരവധി കലാകാരികൾ ഉണ്ടായിട്ടും ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. ഈ സിനിമയിലെ ഓരോ താരങ്ങളുടെയും ഒരു ആരാധികയായ ഞാൻ അവരോടൊപ്പം ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതയാണ്. അത്ഭുതകരമായ ആളുകളെ കണ്ടുമുട്ടുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും സഹകരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന എൻ്റെ സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത്. കൈറയ്ക്ക് നിങ്ങളെല്ലാം നൽകുന്ന സ്നേഹത്തിന് നന്ദി. അതിന് അർഹയാകാൻ ഞാൻ കഠിനമായി പരിശ്രമിക്കും. ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സന്തോഷവും നന്ദിയും കൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയാണ്. അന്നാബെൻ ഇങ്ങനെ കുറിച്ചു. കൽക്കി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള കുറച്ച് ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഷൂട്ടിനിടെ താരത്തിന് പരിക്കേറ്റ ചിത്രങ്ങളും കാണാം. മറ്റെല്ലാ മുഖങ്ങളും ഓർമ്മകളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവെന്നും അന്നാബെൻ കുറിച്ചിട്ടുണ്ട്.